തലസ്ഥാനത്ത് ഒരു കോർപ്പറേഷൻ ഭരണം കിട്ടിയതിന് പിന്നാലെ കുലപുരുഷ ഗുണ്ടകൾ മാത്രമല്ല കുലസ്ത്രീ ഗുണ്ടകൾ കൂടി തെരുവ് വാഴുന്ന കാലം കടന്നു വരികയാണ്. വട്ടിയൂർക്കാവിൽ ഒരു അതിർത്തി പ്രശ്നത്തെ വലിയ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആക്കി മാറ്റിയ സംഘികൾ അതിൻ്റെ തുടർച്ചയെന്നോണം അവർ പണ്ട് കാലഘട്ടത്തിലെ പയറ്റുന്ന ഒരു ശിഖണ്ഡി തന്ത്രമുണ്ട്. സ്ത്രീകളെ മുൻനിർത്തി അല്ലെങ്കിൽ സ്ത്രീകളെ മറയാക്കി പോരാടുക. അതിനുവേണ്ടി ഇന്നലെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് സ്ത്രീ ഗുണ്ടകളാണോ എന്ന് സംശയിക്കുന്ന കുറേയേറെ പേരെ ഇറക്കി വിട്ടു. ഈ സംസ്കാരത്തെക്കുറിച്ചൊക്കെ നമുക്ക് ക്ലാസ് എടുക്കുന്നവരാണ്. ഈവൻ പിണറായി വിജയൻ ചെറ്റ എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ പോലും അതിനെ സംബന്ധിച്ച് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്നത് കുലകളുടെ സ്പെഷ്യൽ ക്ലാസ് ചാനലുകളിൽ ഉൾപ്പെടെ അരങ്ങേറാറുണ്ട്. പക്ഷേ നിങ്ങളുടെ ഈ കാഴ്ച കാണണം. സ്റ്റേഷൻ ആക്രമിക്കാൻ കടന്നു വന്നു, അവർ ബാരിക്കേഡ് ഉൾപ്പെടെ തകർക്കാൻ ശ്രമിക്കുകയാണ്. വനിതകളെ ഇറക്കി വിട്ടല്ലോ. ഇപ്പോ സമൂഹത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ അധികാര സ്ഥാനമാനങ്ങൾ അത് BJP-യിലൂടെ ഞങ്ങൾ തിരികെ പിടിക്കാൻ പോകുന്നു എന്ന സവർണ മോഹം കത്തിജ്വലിച്ചു നിൽക്കുന്ന സമയമാണ്. ആ സന്ദർഭത്തിൽ കുലപുരുഷന്മാര് മാത്രമല്ല കുലസ്ത്രീകളും തെരുവിലിറങ്ങണം. ഇന്നലകളിൽ തൊഴിലാളി പാർട്ടിയുടെ സ്ത്രീകൾ തെരുവിൽ സമരത്തിനൊക്കെ ഇറങ്ങിയപ്പോൾ അധിക്ഷേപിച്ചിരുന്നവരാണ്. ഇനിയിപ്പോ രാജഭരണ കാലത്തിലേക്കുള്ള മടങ്ങിപ്പോക്കിന് അവസരമുണ്ടാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് അതിനെ പിടിച്ചെടുക്കാനുള്ള ഒരു തീവ്ര ശ്രമത്തിന്റെ ഭാഗമായി കാട്ടിക്കൂട്ടിയ പേക്കൂത്ത് കാണണം. അവിടെയാണ് കുലസ്ത്രീകളുടെ സംസ്കാരം നാട് കാണേണ്ടത്. ഹലോ സൈഡിൽ